സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. കൊറിയർ അയക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ തലേന്ന് ഒരു രാത്രി 1 മണിക്ക് തൊട്ട് നമ്മൾ പാക്കിങ് തുടങ്ങിയാലാണ് തിങ്കളാഴ്ച നമ്മളെ കൊറിയർ കറക്റ്റായിട്ട് കൊറിയർ ഓഫീസിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പുലർച്ചെ തന്നെ എണീറ്റ് നല്ല തിരക്കായിരുന്നു. ഈ എല്ലാ കൊറിയറും പാക്ക് ചെയ്ത് സേഫായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ ഓൺലൈൻ സെയിലിനെക്കുറിച്ചും കൊറിയർ പാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതിനെല്ലാം ഒരു മറുപടി എന്നോണമുള്ള ഒരു വീഡിയോ അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് കാലം പ്ലാന്റുകളെ സ്നേഹിച്ച് നമുക്ക് പ്ലാന്റ് സെയിൽ ചെയ്യുന്നതും പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ജോലിയായി നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്ലാന്റ് സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനും മുന്നോട്ട് ഈ മേഖലയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ശനിയാഴ്ച പുലർച്ചെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. നമ്മൾ കൊറിയർ പാക്ക് ചെയ്തതിൻ്റെ ബാക്കി പത്രമാണിത്. ഇതൊക്കെ പിന്നെ ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് ഉറങ്ങിയത്. എങ്കിലും പുലർച്ചെ എണീക്കാതെ നമുക്ക് പറ്റില്ലല്ലോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ ധൃതിയിലാണ് ഇന്ന് തീർത്തത്. കാരണം നമ്മളിന്ന് വയനാട് ഒരു ട്രിപ്പ് പോകാനുള്ള തീരുമാനത്തിലാണ്. അവിടെ നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡും ലോക്ക്ഡൗണും ഒക്കെയായി നമ്മളൊക്കെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഇതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാനും അതുപോലെ നമ്മുടെ മക്കൾക്ക് ഒരല്പം സന്തോഷവും എൻജോയ്മെൻറ്റും ഒക്കെ ആകാൻ വേണ്ടി ഒരു യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഇക്ക വന്നതിന് ശേഷം ഒട്ടും സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഓൺലൈൻ സെയിലും കൊറിയറും ഒക്കെ ആയിട്ട് റിലാക്സ് ആയിട്ടൊരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് വയനാട് ഒരു റിലാക്സിന് പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവരും റെഡിയായി, ഇക്കയും സെയിനും ഒക്കെ റെഡിയായി വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്. യാത്രയുടെ മുമ്പ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് നീറ്റാക്കിയിട്ടിട്ടാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത്. സെയിന് പോകുമ്പോൾ കുട്ടൂനെ കൊണ്ടുപോകാത്ത ഒരു വിഷമത്തിലാണ്. കുട്ടൂനെ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നില്ല. ഇവിടെ ജോലിക്ക് വരുന്ന ആളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് കുറച്ച് മൂഡ് ഓഫാണ്. വണ്ടിയിൽ കയറി വയനാടിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട്. സൂര്യപ്രകാശം ഇങ്ങനെ നല്ല രീതിയിൽ ഉദിച്ച് വരുന്നൊരു സമയമാണ്. ഗ്ലാസ് മഞ്ഞിങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. യാത്ര നല്ല രസമായിരുന്നു. മഞ്ഞിൻ്റെ മൂടുപടം മാറ്റിയെത്തുന്ന സൂര്യകിരണങ്ങൾ പ്രകൃതിയെ ഭംഗിയാക്കിയിട്ടുണ്ട്. സൂര്യൻ്റെ കിരണങ്ങൾ ഉദിച്ചു വരുമ്പോൾ ഇലത്തുമ്പുകളിലൊക്കെ ഒട്ടിക്കിടക്കുന്ന മഞ്ഞുതുള്ളികൾ വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അതൊക്കെ വല്ലാത്തൊരു കാഴ്ചയാണ്. അതിനൊക്കെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക തന്നെ വേണം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. നമ്മളെപ്പോഴും പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കണം. ആ പ്രകൃതിയുടെ ഭംഗിയെ നമ്മൾ ആസ്വദിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെയൊന്നുമല്ല. നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ഓരോ സമയത്തെയും നമ്മുടെ മക്കളൊക്കെ കൂടെയുള്ള സമയവും ഒക്കെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ആ പ്രശ്നങ്ങളിലെ ഭാഗം നമ്മളങ്ങ് മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ഫാമിലിയുടെ കാര്യം മാത്രം നോക്കി വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വയനാട് ഏകദേശം എത്തിക്കഴിഞ്ഞു. വയനാട്ടിലെ ഓരോ റിസോർട്ടുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത റിസോർട്ടിനെക്കാട്ടിലും ഭംഗിയുള്ള ഏതെങ്കിലും റിസോർട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് മാറാം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റിസോർട്ടിൽ നമ്മൾ പോയി നോക്കി. അപ്പോൾ നമുക്ക് താങ്ങാവുന്നതിൽ ഏറെ റെൻറ്റും അതുപോലെ സൗകര്യങ്ങളൊന്നും നമ്മളിവിടെ കണ്ടില്ല. അങ്ങനെ നമ്മളിവിടുന്ന് മടങ്ങുകയാണ് ഉണ്ടായത് കേട്ടോ.
പിന്നീട് നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ഒരു റിസോർട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. ഗ്രീൻ പാർക്ക് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിസോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ട് അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് നമുക്ക് തുറന്നു തരാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഗ്രീൻ പാർക്ക് എന്ന ഈ ഒരു റിസോർട്ട് മൊത്തം ഗ്രീനറി ഭംഗിയോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെടികളും മറ്റും ഒക്കെ ആയി എല്ലാം. അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു, നമ്മൾ വണ്ടി ഉള്ളിലേക്ക് എടുത്തു. നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടോ. നല്ല സുഖമുള്ളൊരു നമ്പറാണ് നമ്മളെ വണ്ടിക്ക് കിട്ടിയത്. അങ്ങനെ ഗ്രീൻ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ആ ചുറ്റുമുള്ള കാഴ്ച നല്ല മനോഹരമായിരുന്നു. ഈ ഒരു റിസോർട്ടിനെ സംബന്ധിച്ച് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ പറയാൻ. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി. എനിക്ക് എന്തോ ഭയങ്കര റിലാക്സിങ് ഉള്ള ഒരു രീതിയാണ് അവിടെ തോന്നിയത്. ഇപ്പോൾ നമ്മൾ പുതിയ വണ്ടിയും അത്യാവശ്യം വലിയ വണ്ടി ആയതുകൊണ്ട് മക്കളെല്ലാവർക്കും യാത്ര വളരെ രസകരമായിട്ടാണ് വണ്ടിയിൽ. പ്രത്യേകിച്ച് XL6 വണ്ടി യാത്രക്ക് നല്ല സുഖമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മക്കൾക്ക് കിടക്കാനും ഒക്കെയുള്ള സ്പേസ് ഉള്ളിലുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചാലും നമുക്ക് ആ ഒരു യാത്രാക്ഷീണം വണ്ടിയിൽ നിന്ന് ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മൾ ഗ്രീൻ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്ത് ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഒഴിവ് സമയത്ത് ഫാമിലിയുമായി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗ്രീൻ പാർക്ക്. ചുറ്റുമുള്ള ഈ ഒരു ഗ്രീനറിയും ചെടികളും അവിടുത്തെ കാപ്പിത്തോട്ടവും ഒക്കെ തന്നെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത. മക്കളും ഹസ്ബൻഡൊക്കെ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കരുതിയിട്ടുണ്ട്. ചെറിയവർ ഓടിക്കളിക്കാൻ തുടങ്ങി. അവർക്ക് നല്ല ഇഷ്ടമായി ഈ ഏരിയ ഒക്കെ. അവർക്ക് ഓടിക്കളിക്കാൻ പറ്റിയ ഒരു നല്ല കട്ട വിരിച്ച വഴിയോരമൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ. ചുറ്റും പൂത്ത് നിൽക്കുന്ന കാപ്പിയും അതുപോലെ ജാതി മരങ്ങളും ഗ്രാമ്പു, ഏലം എന്നിങ്ങനെയുള്ള മരങ്ങൾ കായ ഫലങ്ങളോടെ കാത്ത് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. ഇവരെല്ലാവരും നമ്മളെ എതിരേൽക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ ഉണ്ടാവുന്നത്. ഈ ഒരു ഇടവഴിയിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ എതിരേൽക്കാനായിട്ട് വലിയൊരു കവാടം തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ നല്ലൊരു പന്തലും അതുപോലെ മഴ കൊള്ളാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഈ ഒരു റിസോർട്ടിൻ്റെ മുതലാളി എന്ന് പറയുന്ന ആൾ. വളരെ മാന്യനായ ഒരാളാണ്. നല്ല രീതിയിലായിരുന്നു അവരുടെ ഒരു പെരുമാറ്റവും രീതിയുമൊക്കെ. നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ, അതും ആ ഒരു ഏരിയ അവർ നന്നായി ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോയ ഫുഡാണെങ്കിൽ പോലും അവർ വാങ്ങിയത് നമുക്ക് സെർവ് ചെയ്ത് തരുന്ന ഒരു രംഗമാണ് അവിടെ കണ്ടത് കേട്ടോ. അതിന് ചുറ്റുമായിട്ട് പലതരം പക്ഷികളും താറാവുകൾ, ഒട്ടകപ്പക്ഷി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കാണാനായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ കണ്ടതും ഇവർ കലപില ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പൂത്ത് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ആന്തൂറിയം ചെടികളും ഇവിടെ ഭയങ്കരമായിട്ട് ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നീട് എടുത്തു പറയാനുള്ളത് ഇവിടെ നല്ല ഒരു സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നീന്തി കുളിക്കാനായിട്ട് ഒരു ഭാഗത്തും അതുപോലെ വലിയവർക്ക് നീന്താനുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ അപ്പുറത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിച്ച് സല്ലപിച്ചിരിക്കാനുള്ള രീതികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മുളം കൂട്ടങ്ങളും അതുപോലെ ചെടികളും കിളികളും എല്ലാം എന്തെല്ലാമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടത്, ആ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്. ഈ ഒരു ഭാഗത്തായിട്ടും ഭംഗിയുള്ള ആന്തൂറിയം ചെടികൾ
ഇത്രയും വലിയ പൂക്കൾ വിരിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ആന്തൂറിയം ചെടി കാണുന്നത്. അതും നല്ല കളർഫുള്ളായിരുന്നു, വെയിലിൽ ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന കളറ് പോലെ. ഇലകളൊക്കെ മഴ കൊണ്ട് നല്ല വൃത്തിയായിട്ട് നീറ്റായി കിടക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത്, ഇത് അവരുടെ കൗണ്ടറാണ്. ഇവിടെയും നല്ല ഒരു അക്വേറിയവും അതുപോലെ സിറ്റിംഗ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അവരുടെ ഒരു കിച്ചൺ ഏരിയ വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഫീലിംഗ്, നമുക്കൊരു വീടിൻ്റെ അന്തരീക്ഷത്തിലുപരി ഒരു വല്ലാത്തൊരു സ്വകാര്യത നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കലപില ഒച്ചയുണ്ടാക്കിയിട്ട് നല്ല കുഞ്ഞു ലവ് ബേഡ്സുകളും ഒരു കൂട്ടിലുണ്ട്. ആ ലവ് ബേഡ്സിൻ്റെ കൂടൊക്കെ ഗ്രീൻ പെയിൻ്റ് അടിച്ച് ആ ഒരു ഗ്രീൻ പാർക്കിൻ്റെ ഗ്രീനറി അവർ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നടവരിയിൽ ഇങ്ങനെ ഇതുപോലെ കട്ടകളൊക്കെ പതിച്ച് നമ്മുടെ റൂമിൽ ഓരോ റൂമുകളിലേക്കും ഇതുപോലെ വഴിയിലൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട്. ഏറുമാടം പോലെ കെട്ടിയുണ്ടാക്കിയ വീടുകളും അതുപോലെ കൊക്കോയുടെ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമാണ് ഈ ഒരു ചുറ്റുപാടുകളൊക്കെ. ഒരു റിസോർട്ടിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കുട്ടികൾക്ക് ഊഞ്ഞാല ആടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമുക്ക് എടുത്ത റൂമിലേക്ക് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഇരുനില വീടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുകളിലെ ഭാഗത്തേക്ക് കയറി പോവാനായിട്ട് ഈ ഒരു കോണിയാണ് അവർ വെച്ചിട്ടുള്ളത്. അടിഭാഗത്തുള്ള റൂമിലേക്ക് നേരിട്ട് കയറാനുമാണ്. നമുക്ക് ഏതായാലും വീടിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. വീടിൻ്റെ അകഭാഗം ഇങ്ങനെയൊക്കെ മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 റൂമുകളാണ് കേട്ടോ, 2 റൂം, ഒരു ഹാള്, ഒരു ബാത്റൂം. ഈ ഒരു രീതിയിലാണ് 2 റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയും നല്ല ഉഷാറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ വന്ന് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ഒരു ഗ്രീൻ പാർക്ക് വില്ല തോന്നിയത്. എല്ലാ സമയത്തും നമ്മൾ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ്, എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ തിരക്കുകളാണ്. നമുക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ ഫാമിലിയുമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് ഭയങ്കര രസമായിരുന്നു കേട്ടോ, സമയം പോയതേ അറിഞ്ഞില്ല. ഇരുൾ വീഴാനൊക്കെ തുടങ്ങി, ലൈറ്റൊക്കെ തെളിഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം സ്വിമ്മിംഗ് പൂളൊക്കെ നല്ലവണ്ണം നീന്തി കുളിച്ച് ഭയങ്കര രസമായിരുന്നു. പിന്നെ രാത്രിയിലെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഏരിയയിൽ തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയി. അങ്ങനെ ഇന്നത്തെ പകൽ വളരെ രസകരമായിട്ട് തന്നെ മുന്നോട്ട് പോയി. രാത്രിയായി, ഇനി നമ്മൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. വയനാടിൻ്റെ ഈ ഒരു തണുപ്പൊക്കെ ഉൾക്കൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചു. ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നേരെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾ വന്ന് താമസിക്കുക. നിങ്ങൾക്കൊരു സന്തോഷകരമായൊരു ദിനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രിയമുള്ളവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.